നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു കൂൺ വിഭവമാണ്. അതിനായി ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൂണാണിത്. ചിപ്പിക്കൂണാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മഷ്റൂം പെല്ലറ്റിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ പൊട്ടിക്കാറായിട്ടുണ്ട്. ഇതുപോലെ അതിങ്ങനെ തിരിച്ച് ഇങ്ങനെ എടുത്ത് പൊട്ടിക്കാം, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടും പൊട്ടിക്കാം. അതുപോലെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കൂണാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. വീട്ടിലെ ഉപയോഗിക്കാത്ത റൂമുകൾ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പല തട്ടുകളുള്ള ഉറികളിൽ വയ്ക്കുകയാണെങ്കിൽ സ്ഥലം ലാഭിക്കാം. ഇന്നത്തെ റെസിപ്പി കൂൺ സൂപ്പാണ്. ഇതിനായി 100 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കടഭാഗം മുറിച്ച് കളഞ്ഞ് വേവിക്കണം. കുക്കറിലാണ് വേവിക്കുന്നത്. നല്ല വേവുള്ള കൂണാണിത്. ബട്ടൺ മഷ്റൂം പോലെ വേഗത്തിൽ വേവില്ല. ഇതിൻ്റെ വേരുള്ള ഭാഗം മുറിച്ച് മാറ്റാം. എല്ലാം മുറിച്ച് മാറ്റി എടുക്കാം. ഇത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. റൂമിൽ കൃഷി ചെയ്തതുകൊണ്ട് വളരെ വൃത്തിയുള്ള കൂണാണ് ഇത്. എങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് 2 മിനിറ്റ് വെച്ച് കഴുകി വെള്ളം വാരാൻ വയ്ക്കാം. വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. വെള്ളം വാർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ച ശേഷം വേവിച്ചെടുക്കാം. 3 വിസിൽ വേണ്ടിവരും. ഇനി ഇതിലേക്ക് ആവശ്യമായ ക്യാരറ്റ്, പച്ച ഗ്രീൻ പീസ് എന്നിവ വേവിച്ചെടുക്കണം. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. പച്ച ഗ്രീൻ പീസ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുക്കറിലെ ആവി പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. കൂണിൻ്റെ കുട പോലെ വിരിഞ്ഞ ഭാഗം മാത്രമാണ് സൂപ്പിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ബാക്കി തണ്ട് ഭാഗം വേറെ ഏതെങ്കിലും രീതിയിൽ കറിയായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. മുകൾ ഭാഗം മാത്രം മുറിച്ചെടുക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റായിരിക്കും. എങ്കിലും ഇത് മിക്സിയുടെ ബൗളിലിട്ട് കൊടുത്ത് ഒരു പ്രാവശ്യം പൾസ് ചെയ്ത് എടുക്കാം. ചെറുതായി അരഞ്ഞാൽ മതി. നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല. എല്ലാം ഇതുപോലെ മുറിച്ചെടുത്ത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി കുക്കറിൽ കൂൺ വേവിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും ഗ്രീൻ പീസും ചേർത്ത് വേവിച്ച് വയ്ക്കാം. ഒരു വിസിൽ മതിയാകും. പിന്നീട് ഒരു പാത്രത്തിൽ കോൺഫ്ലോർ എടുക്കണം. അത് പാകത്തിന് കുറുകിയ രീതിയിൽ വേവിച്ചെടുക്കണം. ചൂടുകട്ടിയുള്ള പാത്രത്തിൽ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കലക്കിയെടുക്കണം. അതിനായി 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. നല്ലപോലെ ഇളക്കണം. ഇല്ലെങ്കിൽ ഇത് പാത്രത്തിനടിയിൽ പിടിച്ച് കരിഞ്ഞ് പോവും. തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച ക്യാരറ്റ്, ഗ്രീൻ പീസ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നീട്
മിക്സിയിൽ അടിച്ചു വെച്ച കൂൺ ചെറുതായി അരച്ചത് അതിലേക്ക് ചേർക്കണം. എല്ലാം ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാനുണ്ട്. ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് കുറച്ച് മല്ലിയില ചേർക്കാം. ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർക്കണം. അതിനുശേഷം ഉപ്പ് നോക്കി കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം. ഇപ്പോൾ കൂൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. കൂണിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. പിന്നെ വെജിറ്റബിൾസ് വേറെയും നമുക്ക് താല്പര്യമുള്ളത് ചേർക്കാം. ചെറു ചൂടോടെ ഈ സൂപ്പ് കുടിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.